നമസ്കാരം. ഞാൻ ഡോക്ടർ ജിക്കു ഇലിയസ് ബെന്നി, ചീഫ് കൺസൾട്ടൻറ്റ്, വെട്ടുകാട്ടിൽ ആയുർവേദ ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. ഈ വീഡിയോയിൽ നമുക്ക് ഫിഷർ എന്ന് പറയുന്ന അസുഖം എന്താണ്, എങ്ങനെയാണ്, എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് നോക്കാം. പലപ്പോഴും മലദ്വാരവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അസുഖങ്ങളും പൈൽസ് എന്നാണ് രോഗി വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. മലദ്വാരവുമായി ബന്ധപ്പെട്ട് 8 മുതൽ 9 അസുഖം വരെ ആ ഭാഗത്ത് വരാമെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധിച്ചു നോക്കി രോഗനിർണയം വരുത്തിയതിന് ശേഷം മരുന്ന് കഴിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മലദ്വാരത്തിനുള്ളിൽ നീളത്തിൽ മുറിവുണ്ടാവുന്ന അവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്ന അസുഖം. പ്രത്യേകിച്ചും മലം മുറുകി പോകുന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പല വട്ടം മലം പാസ് ചെയ്തു പോകുന്നതുകൊണ്ടോ പല പ്രാവശ്യം മലശോധന നടത്തുന്നത് കൊണ്ടോ ആണ് ഫിഷർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. ഒരു പക്ഷേ ഈ ഫിഷർ എന്ന് പറയുന്ന അസുഖം മറ്റെന്തെങ്കിലും വൻകുടലിനുള്ളിലുള്ള അസുഖത്തിൻ്റെ ഉപദ്രവവ്യാധിയായി കോംപ്ലിക്കേഷനായി വരാമെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മലം മുറുകിപ്പോയതുകൊണ്ട് മാത്രം വന്നിട്ടുള്ള ഫിഷർ എന്ന അസുഖം 90% രോഗികളിലും മരുന്നുകൊണ്ട് മാത്രം, പഥ്യം നോക്കി, പഥ്യം എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് മനസ്സിലാക്കുന്നത്. പഥ്യം എന്ന വാക്ക് ശീലിക്കേണ്ട കാര്യങ്ങളാണ്. രോഗത്തിനും ഔഷധത്തിനും അനുസരിച്ച് പെട്ടെന്ന് രോഗമുക്തി ലഭിക്കാനും രണ്ടാമത് വീണ്ടും വരാതിരിക്കാനും വേണ്ടി രോഗി ശ്രദ്ധിക്കേണ്ട ശീലങ്ങളാണ്, നല്ല ആരോഗ്യശീലങ്ങളാണ് പഥ്യം എന്നുള്ള വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം കൃത്യമായി നല്ല ശീലങ്ങൾ പാലിച്ച് 3 ആഴ്ച മരുന്ന് കഴിക്കുകയും ത്രിഫല പോലെയുള്ള മരുന്നുകൾ ചേർന്നിട്ടുള്ള മരുന്ന് വെള്ളത്തിൽ മലശോധനയ്ക്ക് ശേഷം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇരിക്കുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ രോഗമുക്തി ലഭിക്കുമെന്നുള്ളതാണ് ഫിഷർ എന്ന അസുഖത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, അതുകൊണ്ട് ഔഷധം കൊണ്ട് മാത്രം മുറിവ് ഉണങ്ങാതെ വരുന്ന അവസ്ഥയിലാണ് അടുത്ത ഘട്ടത്തിലെ കാര്യങ്ങളെപ്പറ്റി ഫിഷർ എന്ന അസുഖത്തിൽ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും ഫിഷർ എന്ന അസുഖത്തിൽ മലം മുറുകിപ്പോവുകയും മലശോധനയ്ക്ക് ശേഷം വേദന പുകച്ചിൽ ഉണ്ടാവുകയും അതേപോലെ തന്നെ മലത്തിനോട് ചേർന്ന് വര പോലെ തീരെ ചെറിയ അളവിൽ രക്തം പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷണം. ആദ്യത്തെ കാര്യം രോഗനിർണയം വരുത്തുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം മറ്റ് ഉപദ്രവ വ്യാധികൾ, അതായത് ഒരു പ്രൈമറി ഡിസീസ്, മറ്റെന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഫിഷർ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം കൃത്യമായ പഥ്യനിഷ്കർഷയോടുകൂടി 3 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ഉള്ളിൽ മരുന്ന് കഴിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും നോർമൽ ഡെലിവറിക്ക് ശേഷം, സാധാരണ പ്രസവത്തിന് ശേഷം പലപ്പോഴും വേദനയോടുകൂടി 56 ദിവസം മുതൽ 90 ദിവസം വരെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ വരുന്നത് ഫിഷറുമായി ബന്ധപ്പെട്ടാവാം. അതും പരിശോധനയിലൂടെ തന്നെ ഉറപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ചെറിയ അളവിൽ രക്തം പോകുന്ന അവസരത്തിൽ നമ്മൾ ആ അസുഖത്തെ പേടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധിച്ച് നോക്കി രോഗനിർണയം വരുത്തി എത്രയും പെട്ടെന്ന് രോഗമുക്തിക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഗം മാറിയതിന് ശേഷവും കൃത്യമായ അളവിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, രാത്രി വേണ്ട അളവിൽ ഉറങ്ങുക, നാരുകളടങ്ങിയ ഭക്ഷണം, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണ ശീലം രണ്ടാമത് വീണ്ടും ഫിഷർ എന്ന അസുഖം വരാതിരിക്കാൻ സഹായിക്കും. നന്ദി.